नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में एक नया लेखक के बारे में पढ़ा, मनोहर श्याम जोशी, और उनकी एक रचना है ऋषिकेश मुखर्जी के साथ 2.5 दिन। ये एक संस्मरण है और यहाँ मनोहर श्याम जोशी ऋषिकेश मुखर्जी को देखने के लिए जाते समय क्या क्या होता है और उसके बारे में यहाँ ये पाठ में लेखक करता है। और यहाँ ऋषिकेश मुखर्जी को बुलाते समय वह वहाँ नहीं था, इसलिए रात में फ़ोन करते समय अगला दिन सवेरे आने को कहते हैं। നെക്സ്റ്റ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ ലേഖകൻ ഇവിടെ നമ്മുടെ ബോംബെയിലേക്ക് അവിടെ എത്തുന്നതാണ് അതിൽ പറയുന്നത്. ബോംബെയിലെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണ് അവർ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് सिनेमा को अपनी साहित्यिकता प्रदान करना या अपनी साहित्यिकता को सिनेमा का सहारा देना, ये उसका बम्बई में पहुँच जाने का उद्देश्य था. यहाँ बम्बई फिल्म इंडस्ट्री में उनका एकमात्र मित्र था ऋषिकेश मुखर्जी. उसको ഋഷിദ के नाम पर पुकारते हैं. ഋഷികേശ് മുഖർജി അവിടെ ചുരുക്കി വിളിക്കുന്നത് ഋഷിദ എന്നാണ്. ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലെ മനോഹർ ശ്യാം ജോഷിയുടെ ഒരേയൊരു അടുത്ത കൂട്ടുകാരനാണ് ഋഷികേശ് മുഖർജി. അപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബോംബെയിലേക്ക് വരികയാണ്, ഋഷിദയെ കാണാനായിട്ട് വരികയാണ് ചെയ്യുന്നത്. तो अगले दिन सुबह टैक्सी लेकर ऋषिकेश मुखर्जी के क्वार्टर रोड स्थित कोठी അനുപമ पर पहुँचे. അങ്ങനെ അടുത്ത ദിവസം രാവിലെ, ഇപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വിളിച്ചിട്ട് കിട്ടിയത്, 10-10:30 ആയിട്ടാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അടുത്ത ദിവസം വരാനായിട്ട് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ടാക്സിയൊക്കെ വിളിച്ചിട്ട് ഋഷികേശ് മുഖർജിയുടെ ക്വാർട്ടർ റോഡിൽ, ബോംബെയിലെ ക്വാർട്ടർ റോഡിലുള്ള ബംഗ്ലാവിൽ, കൊട്ടി മാളിക അല്ലെങ്കിൽ ബംഗ്ലാവ്, അതിൻ്റെ പേരാണ് അനുപമയിലേക്ക് അവരെ എത്തിച്ചേരാണ്. സാഗർ തട് की शांत एकांत बस्ती में भी इधर काफ़ी परिवर्तन हुआ है, लिहाजा कोटी ढूंढने में थोड़ी दिक्कत हुई. അപ്പോൾ കടൽ തീരത്തെ വളരെ ശാന്തമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള ഒരു കോളനിയിലാണ്. ഈ ബസ്തി മേ ബി ഇധർ കാഫി പരിവർത്തൻ ഹുവാ ഹെ. ആ കോളനിയിൽ, ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്ന ആ കോളനിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലിഹാജ കോട്ടി ഡൂണ്ട്നെ മേ തോടി ദിക്കത്ത് ഹുയി. അതുകൊണ്ട് തന്നെ ഈ വീട് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ ഈ ബംഗ്ലാവ്, താമസിക്കുന്ന ബംഗ്ലാവ് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് തോടി ദിക്കത്ത് പോയി, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരിക, കാരണം വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. कोठी के गेट पर कुत्तों से सावधान की तख्ती बदस्तूर लटकी हुई थी और अंदर लॉन पर छोटी विलायती नस्ल के कई सफ़ेद कुत्ते गहन समाधि लेकर प्रचंड आक्रमण तक की विभिन्न मुद्राओं में उपस्थित थे. ഇവിടെ പറയണം, അപ്പോൾ ബംഗ്ലാവിലേക്ക് എത്തുമ്പോൾ കൊട്ടിക്ക് ഗേറ്റ് പർ, ബംഗ്ലാവിൻ്റെ ഗേറ്റിനടുത്ത് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തക്തി എന്ന് പറഞ്ഞ ബോർഡ്. എന്താണ് എഴുതിയിരിക്കുന്നത്? കുത്തോം സേ സാവധാൻ, നായ്ക്കളെ സൂക്ഷിക്കുക. കുത്തോം സേ സാവധാൻ, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് എഴുതി വയ്ക്കില്ല ഗേറ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ എഴുതി വയ്ക്കുന്നത് പോലെ തന്നെ ഗേറ്റിനടുത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കുത്തോം സേ സാവധാൻ കർണ ചാഹിയേ.
യേ തക്തി ബദസ്തൂർ ലടുക്കി ഹുയി തി. അപ്പോൾ ഗേറ്റിൻ്റെ മുകളിൽ എന്താ പറയുക, മോശമായ രീതിയിൽ ഇങ്ങനൊരു ബോർഡ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കുത്തോം സേ സാവധാൻ, പട്ടിയുണ്ട് സൂക്ഷിക്കുക. और अंदर लॉन पर छोटी विलायती नस्लों के कई सफ़ेद कुत्ते. ഇപ്പോൾ ഗേറ്റിനുള്ളിൽ, അതായത് വീടിൻ്റെ മുറ്റത്ത് പുൽത്തകടി ഉണ്ട്. എല്ലാണെന്ന് പറഞ്ഞാൽ പുൽത്തകടി. അവിടെ ചോട്ടി വിലായത്തി, ചെറിയ തരത്തിലുള്ള ഇംഗ്ലണ്ട് വംശജരായിട്ടുള്ള, വിലായത്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണ്, ഇംഗ്ലണ്ട് വംശം, നസ്ല എന്ന് പറഞ്ഞാൽ വംശം. അപ്പോൾ ഇംഗ്ലണ്ട് വംശജരായിട്ടുള്ള ചെറിയ കുറച്ച് കൈ സഫേദ് കുത്തേ, കുറേ വെളുത്ത പട്ടികൾ. ഗഹൻ സമാധി ലേക്കർ, അതായത് വളരെ ആഴത്തിലുള്ള ഉറങ്ങിക്കൊണ്ട്, സമാധിയാവും തന്നെ അവിടെ കണ്ണടച്ച് സമാധിയാവും തന്നെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണ നായ്ക്കൾ. അവർ പ്രചണ്ഡ് ആക്രമണത്തേക്ക് വിഭിന്ന മുദ്രാമേ, അതായത് ഭയാനകമായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മുദ്രകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള, അതായത് പട്ടികൾ കുറേ എണ്ണുണ്ട്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ തയ്യാറായിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പട്ടികൾ ആ പുൽത്തകടിയിൽ ഉണ്ടായിരുന്നത്. इस शानदार स्वान स्वागत में हमें किंचित किंग कर्तव्य विमूढ़ हुआ चाहते थे कि भीतर से हर्षिदा की आवाज़ आई, अरे देखो बाहर कौन आया है और ज़रा कुत्ता लोग को बांधो. इस शानदार स्वान स्वागत में, ഇത്രയും ഗംഭീരമായിട്ടുള്ള പട്ടികളുടെ സ്വാഗതം ചെയ്യില്ലേ, അതായത് ഗേറ്റിനുള്ളിൽ നിറച്ച് പട്ടികളാണ്. ആ പട്ടികളുടെ സ്വാഗതം ചെയ്ത് കണ്ടപ്പോൾ ഹം കിഞ്ചിത്, ഞങ്ങൾ അല്പം, കിഞ്ചിത് അല്പം, കിം കർത്തവ്യ മൂഡ് ഹുവാ ചാത്തേ, കിം കർത്തവ്യ മൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലെത്തി, വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ. ഭീതർ സേ ഹൃഷിതാക്കി ആവാസായി, ഇപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കണോ, ഹൃഷിതയെ കാണണോ കാണണ്ടേ എന്നുള്ള കാര്യത്തിൽ, അതായത് അത്രയും പട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ, ഉള്ളിലേക്ക് കയറണോ കയറണ്ടേ എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഭീതർസെ, ഉള്ളിൽ നിന്ന് ഹൃഷിതാക്കി ആവാസായി, ഹൃഷിതയുടെ സ്വരം കേട്ടു. ആരേ ദേക്കോ ബാഹിർ കോൻ ആയാ ഹേ, അരേ ദേക്കോ ബാഹിർ കോൻ ആയാ ഹേ, ഒന്ന് നോക്കിയേ ആരോ പുറത്ത് വന്നിട്ടുണ്ട്. और जरा കുത്തലോക്കോ ബാന്തോ, ആ പട്ടീനൊന്ന് പട്ടികളെ കെട്ടിയിടാൻ പറയണം, അല്ലെങ്കിൽ കൂട്ടിലാക്കാനായിട്ട് അവിടെ ആവശ്യപ്പെടണം. കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് ഹൃഷിതയ്ക്ക് മനസ്സിലായി, പട്ടികളെയൊക്കെ കെട്ടിയിടാനായിട്ട് അവിടെ ആവശ്യപ്പെടാണ്. एक भृत्य प्रकट हुआ और हमें सही सलामत अंदर तक पहुंचाया. അങ്ങനെ ഒരു സെർവൻ്റ് അവിടെ വന്നു, അദ്ദേഹം ഹമേ സഹി സലാമത്ത് അന്തർ തക് പഹുഞ്ചാ ഗയ, ഞങ്ങളതിനെ സുരക്ഷിതമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അകത്തേക്ക് എത്തിച്ചു. അപ്പോൾ ഒരു സെർവൻ്റ് വന്നു, പട്ടികളേനൊക്കെ കൂട്ടിൽ കയറ്റി അങ്ങനെ ഞങ്ങളതിനെ വളരെ സേഫായിട്ട് സ്വാഗതം ചെയ്ത് അകത്തേക്ക് അദ്ദേഹം എത്തിച്ചു. ഖൃഷിദ കാ ഘർ പഹലെ ഭി हर पहुँचे हुए इंटेलेक्चुअल के घर की तरह खासा अस्त व्यस्त रहता था. ഋഷിതയുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഹർ പഹുഞ്ചേ ഹുയേ, അത് നമ്മൾ എത്തിച്ചേരുമ്പോൾ കാണാം ഇൻ്റലക്ച്വൽ കെ ഘർ കി തര, ഇൻ്റലക്ച്വൽ അത്രയും ബുദ്ധിജീവികളായുള്ള ആളുകളുടെ വീട് പോലെ, ഖാസ പ്രത്യേകിച്ച് അസ്തവ്യസ്തരെത്താത്ത ഡിസോർഡറായിട്ട് തന്നെയാണ് കിടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വലിയ വീട് തന്നെയാണ്, പക്ഷേ നേരത്തെ എത്തുമ്പോഴൊക്കെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബുദ്ധിജീവികളുടെ വീട് പോലെ, ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകളുടെ വീട് പോലെ പ്രത്യേകിച്ച് എന്ന് പറയുക ഡിസോർഡറായിട്ട് തന്നെയാണ് അത് കിടന്നിരുന്നത്. പറീസ് ബാർ കുച്ച് സ്യാദാഹി അസ്തവ്യസ്ത നസറായ, പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ നേരത്തെ വന്നതുപോലെയല്ല, കുറച്ചും കൂടി കൂടുതലായിട്ട് ഡിസോർഡറായിട്ട് കിടക്കുന്നതായിട്ട് തോന്നുകയാണ്. അപ്പോൾ ആദ്യം വന്നിരുന്നതിനേക്കാളും ഒന്നും കൂടി എന്താ പറയുക ഡിസോർഡറായിട്ടാണ് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതുപോലെയാണ് അവിടെ കിടന്നിരുന്നത്. शायद उसका कारण यह था कि विद्रोह होने के बाद ऋषिदा इस दुमंचली कोठी में अकेले है. शायद ഒരു പക്ഷേ
उसका कारण यह था, അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്തായിരുന്നു കാരണം? വിദുർ ഹോനെ കെ ബാദ്, ഭാര്യ മരിച്ചതിന് ശേഷം. വിദുർ എന്ന് പറഞ്ഞാൽ ഭാര്യ ഇല്ലാത്ത ആളെന്നെയാണ് പറയുന്നത്, ഭാര്യ മരിച്ചു പോയ ആളെന്നെയാണ് വിദുർ എന്ന് പറയുന്നത്. വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണ് നമ്മൾ വിധവ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദുർ ഹോനെ കെ ബാദ്, അപ്പോൾ ഇവിടെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം ഋഷിത ഇസ് ദുമഞ്ചിലി കോട്ടിമേ, നമ്മുടെ ഋഷിത ഋഷികേശ് മുഖർജി ഈ ദുമഞ്ചിലി കോട്ടിമേ, 2 നില ബംഗ്ലാവ്, ദുമഞ്ചിലി ദോമഞ്ചിൽ, അതായത് 2 നില വീട്ടിൽ അക്കേലേഹെ, ഒറ്റയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങൾ അടുക്കി പറിച്ച് വെക്കാനൊന്നും ആരും ഇല്ല, 2 നില വീടാണ്, എല്ലാ സാധനങ്ങളും പരന്നാണ് കിടക്കുന്നത്, ഡിസോർട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നേരത്തെ വന്നതിനേക്കാളും മോശമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം എന്താ പറയുന്നത്? വിദുർ ഹോനെ കെ ബാദ്, ഇവിടെ പറയുന്നുണ്ട് പത്നിക്ക് മരണ കെ ബാദ്, മൃത്യു കെ ബാദ്, ഭാര്യ മരിച്ചതിന് ശേഷം ഈസ് ദുമഞ്ചലി കൊട്ടിമേ, ദുമഞ്ചലി ഗർമേ അമാരി ഋഷിത അക്കേലെ രത്തെ ഹെ, ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെയാണെന്ന് പറയുന്നത്. ഫിർ കുച്ച് യഹ് ബി താക്കി नीचे की मंजिल पर अपनी बैठक को वह फिल्म देखने के कक्ष का रूप दिलवा रहे थे और इस सिलसिले में बड़े लोग व्यस्त थे. ഇപ്പോൾ 2 നില വീടെന്ന് പറഞ്ഞു, അതിൽ നമ്മൾ പറയുന്ന കാര്യം തന്നെ താഴത്തെ നിലയിൽ എന്താണെന്ന് പറയുന്നുണ്ട്. ഫിർ കുച്ച് യഹ് ബി ഥാ, എങ്ങനെയായിരുന്നു പറയുന്നത്? നീച്ചെ കി മഞ്ചിൽ പർ അപ്നി ബൈഠക് കോ, താഴത്തെ നിലയിലെ അപ്പനി ബൈഠക്കോ, ഡ്രോയിങ് റൂം എന്ന് പറയുന്നത്, അവിടെ ഈ ഫിലിം തേക്കിനൊക്കെ കക്ഷിക്ക, അതായത് സിനിമ ഇരുന്ന് കാണാനുള്ള ഒരു റൂമായിട്ട് ഈ രൂപ് ദിൽവാരഹത്തെ. ഇപ്പോൾ മുകളിലെ നിലയിൽ താമസിക്കും, താഴത്തെ നിലയിൽ നമ്മുടെ എന്താ പറയുക ഡ്രോയിങ് റൂം എന്ന് പറയുന്നതിനെ ആളുകൾക്ക് വന്നിരുന്ന് സിനിമ കാണാനുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റാനായിട്ടുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ സിൽസിലേമേ, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതിനെ ഫിലിം തേക്കിനൊക്കെ കക്ഷിക്ക രൂപ ദിൽവാനൊക്കെ ഇല്ലേ, സിനിമ ഇരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സിൽസിലേമേ ബഡൈ ലോക വ്യസ്തത്തെ, ബഡൈ ലോകം എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ്, കാർപ്പൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആശാരിമാർ. അപ്പോൾ അവിടെ അങ്ങനെ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കാർപ്പൻ്റർമാർ വന്നിട്ട് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തിരക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് താഴത്തെ നിലയിൽ അങ്ങനെ ആക്കാനുള്ള മാറ്റം നടത്താനായിട്ടുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജബ് ഹം ബൈഠക് മേ ദാഖിൽ ഹുയെ ഋഷിത अपने प्रिय तख्त पर कई आकार प्रकार के तकियों के सहारे अध लेटे थे. അപ്പം ഞങ്ങൾ ഡ്രോയിങ് റൂമിലേക്ക് ദാഖിൽ ഹുയെ, പ്രവേശ് കർത്തേ സമയ, ഡ്രോയിങ് റൂമിലേക്ക് പ്രവേശിച്ചു. അവിടെ നമ്മുടെ ഋഷിത അപ്പനെ പ്രിയ തഖ്ത് പർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇരിപ്പിടത്തിൽ സീറ്റിൽ കൈ ആകാർ പ്രകാർക്കെ, പല രൂപത്തിലുള്ള പല തരത്തിലുള്ള തക്കിയോം കെ സഹാരെ, തലേണയുടെ സഹായത്തിൽ അതിലേട്ടെത്തി, അതായത് പാതി ചാരി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ ഡ്രോയിങ് റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സീറ്റുണ്ട്. ആ സീറ്റിൽ പലതരത്തിലുള്ള തലയണയുടെ സഹായത്തിലാണ് പാതി ചാരി കിടക്കുന്ന അവസ്ഥയാണ്. ചോട്ടെ മോട്ടെ കുത്തെ തഖ്ത് പർ और तख्त के आसपास ഉച്ചൽ കൂത് മച്ചായ ഹുയത്തെ. ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള പട്ടികൾ ഈ ഇരിപ്പിടത്തിലും അതുപോലെ തന്നെ ഇരിപ്പിടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തും വളർത്തുന്ന പട്ടികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള നായ്ക്കൾ കൃഷി ധരിക്കുന്ന സീറ്റിൻ്റെ മുകളിലും കൃഷിയുടെ കൂടെ അതുപോലെ തന്നെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. एक अपरिचित सज्जन ऋषिदा की मिजाज पुरसी में मशगूल थे और कुछ इतनी गंभीरता से कि शुरू में हम उन्हें डॉक्टर समझे. മിജാജ് പുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മളെ രോഗാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, മിജാജ് പുർസി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചറിയാം.
ഏക അപരിചിത് സജ്ജൻ, ഒരു പരിചയമില്ലാത്ത അപരിചിതനായിട്ടുള്ളൊരു മാന്യ വ്യക്തി ഹൃഷിതാക്കി മിജാസ് പുർസീമേ, അതായത് ഹൃഷിതയെക്കുറിച്ച്, ഹൃഷിതയുടെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് അതിൽ മഷ്കൂൾത്തെ ബിസി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രോഗവിവരത്തെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നൊരു പരിചയമില്ലാത്തൊരു മാന്യനെ അവിടെ കാണുന്നു. ആർക്കുച്ച് ഇത്തിനി ഗംഭീരദാസേക്കി, വളരെ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചോദിച്ച് ഹൃഷിതയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായി ശുരൂമേ ഹം ഉനെ ഡോക്ടർ സംശയ, അപ്പോൾ തുടക്കത്തിൽ തന്നെ മനസ്സിലായി അത് ഹൃഷിതയെ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹൃഷിത ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിതിൽ പറഞ്ഞിരുന്നു. നമ്മൾ റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ കാണാം. ബൈഠക് മേ പ്രവേശ് करते समय ഹൃഷിത अपने प्रिय तख्त पर कई प्रकार के तकियों के सहारे अद लेटे थे और तख्त के आसपास छोटे मोटे कुत्ते उछल कूद मचाए हुए थे. उस समय एक अपरिचित सज्जन उसकी बीमारी के बारे में पूछते हुए बहुत मशगूल थे, बहुत व्यस्त थे. അപ്പോൾ രോഗത്തെക്കുറിച്ച് അറിയാനായിട്ട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ, ആ ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇവർക്ക് മനസ്സിലായി ഹമുനെ ഡോക്ടർ സംശയ, അദ്ദേഹം ഡോക്ടറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. हृषिदा ने फौरन तकिए का सहारा लेकर उठने की एक विफल कोशिश की और एक कराती हुई आवाज़ में हमारा स्वागत किया. ഹൃഷിത ഫൗരൻ പെട്ടെന്ന് തക്കിയേക്ക സഹാര ലേക്കർ തലയണയുടെ സഹായത്താൽ ഉട്നേക്കിയേക്ക് വിഫൽ കോശിഷ്കി എഴുന്നേൽക്കാനായിട്ട് ഒരു പ്രയത്നം നടത്തി. വിഫൽ കോശിഷ്കി വിഫലമായിട്ടുള്ളൊരു പ്രയത്നം നടത്തി. അവരേക്ക് കരാത്തി ഹുയി ആവാസ് മേ ഹമാര സ്വാഗത് കിയ, വേദന കൊണ്ട് കരാത്തി ഹുയി ആവാസ് മേ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ട് വേദനിക്കുന്ന സ്വരത്തിലാണ് ഹമാര സ്വാഗത് കിയ, ഞങ്ങളെ സ്വാഗതം ചെയ്തത്. और ये सूचना दी मनोहर, अरे यू डोंट नो आई हैव बीन सो सिक. അപ്പോൾ അവിടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എഴുന്നേറ്റിരിക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടു. അങ്ങനെ ഞെരങ്ങിക്കൊണ്ട്, വേദന കൊണ്ട് ഞെരങ്ങിക്കൊണ്ടുള്ള സ്വരത്തിൽ സ്വാഗതം ചെയ്തിട്ട് പറയുന്നുണ്ട് യേ സൂചനാദി, ഇങ്ങനൊരു അറിയിപ്പും കൊടുക്കുന്നുണ്ട്. മനോഹർ ശ്യാം ജോഷി വിളിയും, മനോഹർ ആരെ യു ഡോണ്ട് നോ, നിനക്കറിയില്ലേ, ഐ ഹാവ് ബീൻ സോ സിക്ക്, എനിക്ക് സുഖമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് പറയാണ്. എന്നെ എഴുന്നേൽക്കാൻ പറ്റണില്ല, കിടന്നുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാമെന്ന്. हृषिदा बीमार है, ये सुनकर हमें याद आया कि हृषिदा की बीमारी का इतिहास इतना लंबा है. ഇപ്പോൾ ഹൃഷിത രോഗിയാണ്, അസുഖമുണ്ടെന്നറിഞ്ഞു. യേ സുൻകർ ഹമേ യാദായ, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. എന്താണ്? ഹൃഷിതാക്കി ബീമാരി കാ ഇതിഹാസ് ഇത്തന ലംബാ ഹേ, ഹൃഷിതയുടെ രോഗചരിത്രം എന്ന് പറയുന്നത് ബീമാരി കാ ഇതിഹാസ്, ഹിസ്റ്ററി, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലെ ബഹുത്ത് ലംബാ ഹേ, വളരെ നീണ്ടൊരു കഥ തന്നെയാണത്. ആർക്കി ബോംബെ ഇൻഡസ്ട്രി के लिए ये बीमारी एक मजाक बन चली. ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഹൃഷിതയുടെ അസുഖം എന്ന് പറയുന്നത് एक मजाक बन गई, അതൊരു തമാശയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഞാൻ കാരണം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൃഷിതയുടെ രോഗത്തെക്കുറിച്ചുള്ള വിവരം, അല്ല രോഗചരിത്രം എന്ന് പറയുന്നത് ഒരു നീണ്ടൊരു ചരിത്രം തന്നെയാണ്. അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ, ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഒരു തമാശ പോലെയാണ് എല്ലാവർക്കും എന്ന് പറയുന്നത്. ഐസ നെഹി കി വഹ് രുഗ്ണ ന ഹോ, രുഗ്ണ എന്ന് പറഞ്ഞാൽ രോഗി, വഹ് രുഗ്ണ ന ഹോ, അദ്ദേഹം രോഗിയല്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഐസ നെഹി അങ്ങനെയല്ല പറയുന്നത്. उन्हें हाथ और पाँव के जोड़ों में बहुत बुरा गिडिया है. गिडिया എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഹാത്ത് ഓർ പാവ് കെ ജോഡോമേ, അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ കാലിൻ്റെയൊക്കെ ജോയിൻ്റ്, ജോഡെന്ന് പറഞ്ഞാൽ ജോയിൻ്റ്,
ജോയിൻറ്റിൽ ബഹുത്ത് ബുരാ ഗഡിയാ ഹെ. ഈ ജോയിൻറ്റുകളിലൊക്കെ കൈൻ്റെയും കാലിൻ്റെയും ജോയിൻറ്റുകളിലൊക്കെ നീർക്കെട്ടാന്നാണ് പറയുന്നത്. और मर्ज लगभग ला इलाज है. ലാ ഇലാജ് എന്ന് പറഞ്ഞാൽ ഇലാജ് നഹി, ചികിത്സ ഇല്ല എന്നാണ് പറയുന്നത്. ലാ ഇലാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ട്രീറ്റ്മെൻറ്റ്, ഇലാജ് നഹി എന്നുള്ള അർത്ഥം, ചികിത്സയില്ല. അവർ മർജ് എന്ന് പറഞ്ഞാൽ രോഗം. അപ്പോൾ ഈ രോഗത്തിന് ചികിത്സയില്ല എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത്, അദ്ദേഹം രോഗിയാണെന്ന് വെച്ചാൽ രോഗിയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഹാത്തോർ പയർക്കെ ജോഡോമേ ബഹുത്ത് ബുരാ ഗട്ടിയാ ഹേ യേ ബീമാർ ലഗ്ഭഗ് ലാ ഇലാജ് ഹേ. അത് പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമില്ലാത്ത രോഗമെന്ന് പറയുന്നത്. लिहाजा उसके विभिन्न उपचार चलते रहते हैं तो सभी साथियों के लिए कुतूहल का विषय बनते हैं. लिहाजा എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, उसके विभिन्न उपचार എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ഹൃഷിതയെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിരുന്നു. ജോ സബി സാത്യം കെരിയെ, അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും കുതൂഹൽക്ക വിഷയം ബനത്തെ ഹേ, ഒരു കൗതുകത്തിൻ്റെ വിഷയമായിട്ട് മാറി. അതായത് എത്ര ചികിത്സിച്ചാലും രോഗം മാറുന്നില്ല. എന്നാൽ രോഗിയാണെന്ന് ചോദിച്ചാൽ രോഗിയല്ല. എന്നാൽ രോഗം എന്ന് പറയുന്നത് എന്താണ്? ഹാത്തോർ പയർക്കെ ജോഡോമേ ഗഡിയാ ഹേ. ഉസ് രോഗ के लिए इलाज नहीं है. ला इलाज എന്ന് പറഞ്ഞാൽ इलाज नहीं है. और फिर कुछ यह भी है कि रोगी होने के बावजूद वह काम तो किए चले जाते हैं, गो बीच बीच में गांठ पकड़ लेने की धमकी देते रहते हैं. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, കുച്ച് യഹ് ബി ഹേ കി രോഗി ഹോനയ്ക്ക് ബാവജൂദ്, രോഗി ആയതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് വ കാം തോ കിയെ ചലേ ജാത്തെ ഹേ, ജോലി ചെയ്യുന്നുണ്ട്, എന്നാലോ ബീച്ച് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് ഘാട്ട് പക്കടലേനേക്ക്, കട്ടിലുമ അതായത് രോഗിയായിട്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു ഭീഷണിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ രോഗി ഹോനേക്ക് ബാവജൂദ് വ കാം തോ കിയെ ചലേ ജാത്തെ ഹേ, രോഗിയാണെങ്കിലും അദ്ദേഹം ജോലിയൊക്കെ ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കട്ടിലിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. യഹ് ബി ഗൗർ തലബ് ഹേ കി ഋഷിത के गठिया के दर्द का मूड से भी बहुत संबंध रहता है. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഗൗർ തലബ് ഹേ കി, നമുക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യം ഇതാണ്, ഋഷിയാക്കി ഗഡിയാക്കി ദർദക്ക മൂഡ് സേ ബി, അതായത് ഋഷിതയുടെ ഈ നീർക്കെട്ടിൻ്റെ ആ വേദന അതുണ്ടായിക്കഴിഞ്ഞാൽ ദർദക്ക മൂഡ് സേ ബി, അതായത് ആ വേദനയുടെ മൂഡ് എന്ന് പറയുന്നത് അത് ഈ രോഗവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് ബഹുത് സംബന്ധ രഹത്താ ഹേ. അദ്ദേഹത്തിൻ്റെ മൂഡും ഈ രോഗത്തിൻ്റെ വേദനയും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് പറയുന്നത്. മൂഡ് ഉഖഡ തോ ദർദ് സേ കരാഹനെ ലഗ, അദ്ദേഹത്തിൻ്റെ മൂഡ് മോശമാണെങ്കിൽ അദ്ദേഹം വേദന കൊണ്ട് ഞരങ്ങാൻ തുടങ്ങും. എന്നാൽ നല്ല മൂഡുള്ള സമയമുണ്ട്, അതാണ് പറയുന്നത് മൂഡ് കാം മേ ബാത്ചീത് മേ യാ ശതരഞ്ച് ഖേൽനെ മേ രമാ തോ ദർദ് ഭൂൽ ഗയ. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ചോദ്യമാണ്, ഋഷിത കബ് ദർദ് ഭൂൽ ഗയ, എപ്പോഴാണ് ഈ വേദന മറക്കുന്നത്? വേദന വരുന്നു, അതായത് മൂഡ് മോശമാണെങ്കിൽ വേദന വരുന്നു, അപ്പോൾ അദ്ദേഹം ഇന്ന് കരയാൻ തുടങ്ങും. എന്നാൽ ഇവിടെ ഈ വേദന മറക്കുന്നത് കുറച്ച് സമയമുണ്ട്, അതേതൊക്കെ സമയം എന്ന് പറയുന്നത് മൂഡ് കാമേ, ജോലി ചെയ്യുന്ന സമയത്ത് വേദനയൊക്കെ മറക്കും. ബാത്ചീത് മേ, ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ വേദന മറക്കും. യാ ശതരഞ്ച് ഖേൽനെ, ചെസ്സ് കളിക്കുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ ദർദ് ഭൂൽ ഗയേ, അദ്ദേഹം വേദനയൊക്കെ മറന്നു പോകുന്ന പറയുന്നത്. അപ്പോൾ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ രോഗിയാണെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് മൂഡ് മോശമാവില്ല, അപ്പോൾ വേദനയും ഇല്ല. മൂഡ് മോശമാണെങ്കിൽ, അതായത് ഇവിടെ കളിക്കുന്ന സമയത്ത് ചെസ്സ് കളിക്കുന്ന സമയത്താണെങ്കിലും ഫ്രണ്ട്സായിട്ടിരുന്ന് സംസാരിക്കുകയായാലും അതിന് ഫിലിമിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒന്നും അദ്ദേഹത്തിന് വേദന വരില്ല. ആ സമയത്തൊക്കെ ദർദ് ഭൂൽ ഗയേ, വേദനയൊക്കെ മറക്കും എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഋഷിതയുടെ ഒരു പ്രത്യേകത പറയുന്നത്. ഇപ്പോൾ ഋഷിതാക്കി ഗഡിയാക്കി ദർദ് എന്ന് പറയുന്നത്
ये മൂഡ് സേ ബി സംബന്ധ് രഹതാ ഹെ. അദ്ദേഹത്തിൻ്റെ മൂഡുമായിട്ട്, അതായത് ഏത് സമയത്താണ് അദ്ദേഹം വേദന മറക്കുന്നത്, ഏത് സമയത്താണ് അദ്ദേഹത്തിന് വേദന വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അന്ന് ഋഷിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദുമഞ്ചലി കൂട്ടിയാണ്. പത്നി നഹി ഹെ ഇസ്ലിയെ വ അക്കേലെ ഹെ, ഭാര്യയില്ല, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ നീച്ചേക്ക് മഞ്ചിൽ പർ, അവിടെ താഴത്തെ നിലയിൽ അവിടെ എന്ത് ചെയ്യണത്, अपने बैठक को वह फिल्म देखने के कच्चे का रूप दिलवाने के लिए कुछ बड़े लोग वहाँ काम करते थे. കുറച്ച് ആശാരിമാർ അവിടെ പണിയുന്നുണ്ട്. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട്, ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ പറയുന്നൊരു കാര്യമാണ്, ഋഷിത की बीमारी का इतिहास बहुत लंबा है. ये बम्बई या फिल्म इंडस्ट्री के लिए ये बीमारी एक मजाक बन गया था. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് അവിടെയുള്ളവർക്കല്ല അത് എന്താ പറയുക, ഒരു രസമാണെന്ന് പറയുന്നത്. ഐസ നഹി കി വഹ രോഗി ന ഹോ, അദ്ദേഹം രോഗിയല്ല എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രോഗമുണ്ട്. രോഗം എന്താണ്? എനിക്ക് ഹാത്തോർ पैर के जोड़ों में बहुत बुरी तरह गठिया है. നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം അല്ലെങ്കിൽ ജോയിൻറ്റുകളിൽ വേദന, ഇപ്പോൾ നമ്മൾ സന്ധിവാതം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അസുഖം. ഈ ബീമാർ കെ ലിയേ ഇലാജ് നഹി എന്ന് പറയുന്നത്. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി കൂട്ടുകാർക്കൊക്കെ അത് വളരെയധികം കൗതുകത്തിൻ്റെ ഒരു വിഷയമായി മാറിയതാണ് നമ്മുടെ ഋഷിയുടെ രോഗം. രോഗിയാണെങ്കിലും അദ്ദേഹം എല്ലാ പണിയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, കട്ടിലിനെ ആശ്രയിക്കേണ്ടി വരും, കിടക്കയിൽ കയറി കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ചെയ്യും. അപ്പോൾ ഋഷിതയുടെ രോഗവും മൂടും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ ബന്ധം എന്ന് പറയുന്നത് മൂഡ് ഉഘടാത്തോ വ ദർദ് സേ കരഹാനെ ലഗ, മൂഡ് മോശമായ വേദന കൊണ്ട് ഞരങ്ങും. മൂഡ് ഏതിലൊക്കെയാണ് മൂഡ്, യഹാം ദർദ് കബ് ഭൂൽ ഗയേ, എപ്പോഴാണ് വേദന മറക്കുന്നത്? काम में, बातचीत में, शतरंज खेलने में, രമാത്തോ, അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, രമന എന്ന് പറഞ്ഞാൽ മുഴുകുക, അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഋഷിത ദർദ് ഭൂൽ ഗയേ, ഋഷിത ഈ വേദനയൊക്കെ മറക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു.